ഹായ് ഫ്രണ്ട്സ്, പാലക്കാടന്മാർക്ക് പ്രിയങ്കരമായ കുമ്പളങ്ങ ചിക്കൻ ഉണ്ടാക്കിയാലോ? അപ്പൊ കുറച്ച് തേങ്ങ, പെരിഞ്ചീരകം, കുരുമുളക്, ചെറിയ ജീരകം, ഏലക്കായ, പട്ട, കറാമ്പു എന്നിവ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കറാമ്പു, പട്ട, ചെറിയ ജീരകം, കുരുമുളക്, വലിയ ജീരകം, പെരിഞ്ചീരകം ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ ജീരകം ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല, പക്ഷെ പെരിഞ്ചീരകം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കറിക്ക്. അപ്പൊ തേങ്ങയെല്ലാം ചേർത്തിട്ട് നല്ല മയ്യ് പോലെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അധികം വെള്ളം ഒഴിക്കണ്ട. അപ്പൊ നമുക്ക് നമ്മുടെ കുമ്പളങ്ങ തോലൊക്കെ കളഞ്ഞ് ഉള്ളിലെ കുരു എല്ലാം ചെത്തി കളഞ്ഞ് നമുക്ക് അരിഞ്ഞെടുക്കണം. വലിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കണം. എനിക്ക് കിട്ടിയത് ചെറിയ കുമ്പളങ്ങ. സാധാരണ നമുക്ക് വലിയ കുമ്പളങ്ങ കിട്ടത്തില്ല. അപ്പൊ നല്ല നീളത്തിൽ വലിയ കഷ്ണമായിട്ട്. ഈ കറിയിൽ ചിക്കനേക്കാൾ ഏറെ പ്രിയങ്കരം എല്ലാവർക്കും കുമ്പളങ്ങയാണ്. അപ്പൊ കുമ്പളങ്ങ കുറച്ച് വലുതായിട്ട് തന്നെ അരിഞ്ഞോളൂ. ഞാനിവിടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, പാത്രത്തിൽ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ കുമ്പളങ്ങ അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെറിയുള്ളി വേണം, അതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒരു കുക്കർ എടുക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, കറിവേപ്പില ഇടുക, ചെറിയുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ചേർക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി അതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വിടണം. ഒരല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി കുത്തിച്ചതച്ചിട്ടാലും മതി. പാലക്കാടൻ കല്യാണങ്ങൾക്ക് തലേനാൾ പോയാൽ ഈ കറിയില്ലാതെ ഒരു ആഘോഷമില്ല. അപ്പോൾ തക്കാളി ഒന്ന് വതങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചിക്കനും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കിയിട്ട് നമുക്ക് പൊടി ഐറ്റംസ് ഇടാം, പിന്നെ അരച്ചത്. അപ്പോൾ ചിക്കൻ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ കുറച്ച് കുമ്പളങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കുക. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇടുക. മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ ഇട്ടോളൂ. അപ്പം കല്ലുപ്പ് കുറച്ച് 1 സ്പൂണ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പൊടിയപ്പാണെങ്കിൽ 1 സ്പൂൺ ഇടുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ഐറ്റം ചേർക്കാനായി. ഞാനിവിടെ തേങ്ങ നല്ല മൈ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കുക. അത് കഴിഞ്ഞ് മിക്സി കഴുകിയ വെള്ളവും കൂടെ ആവശ്യത്തിന് ഗ്രേവി ഇതിൽ ഗ്രേവിയാണ് ഇമ്പോർട്ടൻ്റ് ടേസ്റ്റ്. അപ്പം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു 2 വിസിൽ, കൂടുതലൊന്നും വേണ്ട, 2 വിസിൽ വയ്ക്കുക, ഓഫാക്കുക. പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പാലക്കാടൻ്റെ ടേസ്റ്റി കുമ്പളങ്ങ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും. കുമ്പളങ്ങയ്ക്ക് ചിക്കനേക്കാൾ അധികം ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.